എന്താ നോക്കിയേ, നല്ല തണുപ്പ്, നല്ല തണുപ്പ്, കോട, ഒരു രക്ഷയില്ല. കോടാണ് ചോദിച്ചത്. അതെ, 5-ാം കാലം പുറത്തിട്ടു. ഇവിടെ കട്ടപ്പന വണ്ടി മാത്രം കേട്ടോ ഓട്ടോ ഇവിടെ കേറത്തോളും. കൊള്ളാ അങ്ങനെ പറയണം. പിന്നെ വണ്ടിയെ പൈസ മുടക്കി മേടിച്ച് വെച്ച സാധനം കൊള്ളാന്ന് 4 പേര് പറയാൻ വേണ്ടിയാ മേടിച്ചു വെച്ചേക്കണേ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ കുഞ്ഞു കിടുക്കാച്ച വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓൾറെഡി ഒരു എറണാകുളം മോഡൽ പണിത വണ്ടി നമ്മൾ കട്ടപ്പന കൊണ്ടുപോയി ബാലൻസ് റാഡും കാര്യങ്ങളൊക്കെ ചെയ്ത് അടിപൊളിയാണ്, നല്ല കിടുക്കാച്ചയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ മുമ്പ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി ബാലൻസ് റാഡൊക്കെ കയറ്റി അടിപൊളിയാണ്. ഞാനൊന്ന് ഓടിച്ച് നോക്കി, എന്നാ സ്മൂത്താണെന്നറിയോ വണ്ടി. പ്രത്യേകിച്ച് കട്ടപ്പന കൊണ്ടുപോയി ബാലൻസ് റാഡ് കയറ്റുന്ന വണ്ടി. കാരണം നമ്മൾ ഇവിടുന്ന് 130 കിലോമീറ്ററോളം 140 കിലോമീറ്ററോളം ഉണ്ട് നമ്മുടെ എറണാകുളത്ത് നിന്ന് കട്ടപ്പന വരെ. അപ്പോൾ പ്രോപ്പർ കട്ടപ്പന ടൗണിൽ തന്നെയാണ്. ടൗണിൽ നിന്ന് ഒരു ഇച്ചിരി മാറി, ടൗണിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ മാറിയാണ് ഈ ഷോപ്പ് വരുന്നത്. അപ്പം ഈ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എറണാകുളത്ത് നിന്ന് കട്ടപ്പന വരെ പോകുന്ന ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടായിരിക്കും ഈ വണ്ടിയിൽ വർക്കും കാര്യങ്ങളും ചെയ്യുന്നത്. എത്ര രൂപ എമൗണ്ടായി, എന്തുകൊണ്ടാണ് കട്ടപ്പനയിൽ പോയി ചെയ്തത്, എന്തുകൊണ്ട് ഇവിടെ ചെയ്തില്ല, അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കാര്യങ്ങൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ സുഹിത്തേട്ട ഇപ്പോൾ വണ്ടി കൊണ്ട് വരും. അപ്പോൾ ആ വണ്ടിയിലാണ് നമ്മൾ ബാലൻസ് റാഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ളത്. പിന്നെ വേറൊരു പുള്ളിയുണ്ട്, അത് നമ്മൾ കളമശ്ശേരിക്ക് പോണ വഴിക്ക് അവിടെ നിന്ന് പുള്ളിനെ പിക്ക് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ 3 പേരാണ് കട്ടപ്പനയ്ക്ക് പോകുന്നത്. ഞാനാണ് ഇച്ചിരി പോസ്റ്റായത്. നമ്മുടെ വണ്ടി വരുന്നുണ്ട്. ടങ് 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 ടങ്. നമ്മുടെ ഷാർപ്പ് ടൈമിങ്ങാണ് വിഷയം. വണ്ടി റെഡിയായി. അപ്പോൾ വളയുകയാണ്. അപ്പോൾ ഞാനാണ് ഇച്ചിരി ഡിലേ ആയതുകൊണ്ട് ബെൽറ്റൊക്കെ എടുത്ത് ഇതിലിട്ടത്. അപ്പോൾ നമുക്ക് നേരെ പോയേക്കാം. നമ്മളങ്ങനെ പമ്പിൽ ഫുൾ ടാങ്ക് ഡീസൽ അടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഫുൾ ടാങ്ക് അടിക്കുക. എനിക്ക് തോന്നുന്നത് 10-700 രൂപയ്ക്ക് കയറുമായിരിക്കും ഫുൾ ടാങ്ക്. ഇതാണ് നമ്മുടെ സെക്സീന. സുധി ഫുള്ള് ബ്ലാക്കാ. ഓക്കെ, ഇങ്ങനെയുണ്ട്. അത് പച്ചയാക്കി, അത് വെറൈറ്റി. ഫുൾ ടാങ്ക് അടിക്കുകയാണ്. അന്ന് ഇഷ്ടപ്പെട്ടില്ലേ? കൊള്ളാന്നോ? കേട്ടില്ല? കൊള്ളാ അങ്ങനെ പറയണം. പിന്നെ വണ്ടിയെ പൈസ മുടക്കി മേടിച്ച് വെച്ച സാധനം കൊള്ളാന്ന് 4 പേര് പറയാൻ വേണ്ടിയാ മേടിച്ചു വെച്ചേക്കണേ കേട്ടോ. നമ്മൾ ഡീസൽ അടിച്ചേക്കണേ 679.31. അതായത് 7 ലിറ്റർ അടിച്ചിട്ടുണ്ട് വണ്ടിയിൽ. 800 രൂപ. 2 അല്ല, ഒരെണ്ണം 800 രൂപ. ഇഷ്ടപ്പെട്ടോ? ഒരു അഭിപ്രായം പറഞ്ഞു, എന്താണ് പറയാനുള്ളത്? മേടിച്ച് അത് പറയാൻ ഞങ്ങളുടെ ട്രേഡ് സീക്രട്ടാ. സാധനം വേണമെങ്കിൽ 800 രൂപ തന്നാ മതി. ആ ട്രേഡ് സീക്രട്ടാ. സാധനം വേണമെങ്കിൽ ഒരെണ്ണത്തിന് 800 രൂപയെന്നാ പറഞ്ഞേ. അല്ലേ സുധിയുടെ ഒരെണ്ണത്തിന് 800 അല്ലേ? ഒരെണ്ണത്തിന് 800 ചോദിച്ചു നോക്ക്. അപ്പൊ നമ്മൾ ഡീസലും കാര്യങ്ങളൊക്കെ കഴിച്ചു അല്ല അടിച്ചു, ക്ഷമിക്കണ്ട. ഡീസലും കാര്യങ്ങൾ അടിച്ചു നമ്മളിനി നേരെ പോവുകയാണ്. അപ്പൊ ഈ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയേക്കാണ്. ചെറുതായിട്ടൊന്ന് ഉറക്കം വന്നപ്പം ജസ്റ്റ് ഒന്ന് ചായ കുടിച്ചിട്ട് പോകാൻ ഓർത്തു. അപ്പൊ ഗൈസ് ഇതാട്ടോ സെക്സീന ഞങ്ങളുടെ. അപ്പൊ സെക്സീന ബട്ടർ ബണ്ണും ചായയും കുടിക്കുന്നു. ഞാൻ ചായയും ക്രീമണ്ണും. ഇവിടെ കടി വേണ്ടെന്നാണ് പറഞ്ഞത്. ഇതൊരു ചായ കടിയില്ല. തന്നെ തമാശ പറയും, തന്നെ ചിരിക്കും. വിൽപ്പന കൊണ്ട് കൊടുക്കാൻ. ഇവിടെ കട്ടപ്പന വണ്ടി മാത്രം കേട്ടോ ഓട്ടോ ഇവിടെ കേറത്തോളും. വേറെ എറണാകുളം മോഡലൊക്കെ വണ്ടി വന്നു കഴിഞ്ഞാൽ പെട്ടുപോകും, കേറത്തില്ല. ഭയങ്കര പാടാ ഇറങ്ങണം. അപ്പൊ എറണാകുളം മോഡലിന്റെ വണ്ടിക്ക് നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ടല്ലേ, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. പറ്റത്തില്ല. ഇപ്പൊ ഞങ്ങളുടെ വണ്ടിയുടെ മഹാത്മ്യം മനസ്സിലായോ? നമ്മുടെ വണ്ടിയുടെ കുറ്റം പറയണ കുണ്ടി പൊങ്ങിയിരിക്കും. അയ്യോ പറ്റത്തില്ല കേട്ടോ, പറ്റത്തില്ല. അപ്പൊ നമ്മൾ അടുത്ത ഒരു കടയിൽ വന്നിരിക്കുകയാണ്. നമ്മൾ ഒരു ചായയുടെ കുടിക്കാൻ ഉറക്കം വന്നുകൊണ്ട് ഇവിടെ വണ്ടി നിർത്തി. എൻ്റെ അമ്മ എന്നെ കുത്ത് കയറ്റാന്നറിയോ. അപ്പം ഇത് ബോഡി വെയിറ്റ് ഉള്ളതുകൊണ്ടാട്ടോ വണ്ടി വലിക്കാൻ പാട്. നമ്മുടെ വണ്ടിയൊക്കെ പുലിക്കുട്ടിയായിട്ട് കയറും, പക്ഷെ ഇത് ബോഡി വെയിറ്റ് ഉള്ളതുകൊണ്ടാട്ടോ കയറാൻ പാട്.
നമ്മുടെ വണ്ടിയൊക്കെ ഒന്നും നോക്കാൻ്റെ കാര്യമില്ല കയറാം. എന്താ നോക്കിയേ, അടിപൊളി, ഒന്നും പറയാനില്ല. കട്ടപ്പനയുടെ മണ്ണിലേക്ക് കാല് കുത്തുകയാണ് ഗൈസ്. വാവ്, അടിപൊളി, ഒന്നും പറയാനില്ല. നോക്കിയേ, കണ്ടോ ഇവിടുത്തെ ചായപ്പീടികയൊക്കെ കണ്ടോ, വിഷയം കണ്ടോ. അപ്പൊ ഗൈസ് നമ്മളങ്ങനെ രാവിലെ സമയത്രേ പറ്റാതെ 8:30 അപ്പം നമ്മളൊന്നും 8:30 7:00 അപ്പോൾ 7:30 അപ്പോൾ നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി, വണ്ടിക്ക് ഒരു റെസ്റ്റ്, നമുക്ക് ഒരു റെസ്റ്റ്. ഇനി ഏകദേശം ഒരു 20-22 കിലോമീറ്ററോടെ ഉണ്ട്. ഓക്കെ, എൻ്റെ മോനെ അതിൻ്റെ അടിപൊളിയാന്ന് നോക്കിയേ, വേറെ മൂഡ് ഒന്നും പറയാനില്ല. വിഷയം വണ്ടിയുടെ ഫോട്ടോ കൊടുക്കണം. അത് കൊള്ളാം, നമുക്ക് അതുപോലെ എടുക്കാം. ഓ എന്നാ തണുപ്പാന്നറിയോ, ഒരു തലവെണ്ണയും പതപ്പൊക്കെ ആയിട്ട് വന്ന് സുഖമായിട്ട് വണ്ടിയെ കിടന്ന് ഉറങ്ങായിരുന്നു. ഞാൻ പറഞ്ഞ സാധനം എടുക്കുമോ, മനസ്സിലായി, നീ കണ്ടോ ആട്ടു ഏതാ കട്ടപ്പന ഫുൾ ടൈം ഉറക്കോ എന്തിനാ വന്ന് എനിക്കാ പറഞ്ഞത്, ടൂറല്ലല്ലോ വന്നത്, നമ്മളൊരു ആവശ്യത്തിന് വന്നത്. അതെ, കട്ടപ്പനയിൽ ബാലൻസ് റോഡ് കയറ്റാൻ വന്നിരിക്കുകയാണ്. വണ്ടിയൊക്കെ വന്നെ കേട്ടോ, സമയം 7:30, നല്ല തണുപ്പ്, നല്ല തണുപ്പ്, കോട, ഒരു രക്ഷയില്ല. കോടാണ് ചോദിച്ചത്. അതെ, നോക്കൂ, നോക്കൂ കോട. അവിടെ കാണിക്കുന്ന 5-ാം കാലം പുറത്തിട്ടു. വണ്ടിന്ന് വയറിറങ്ങി കലാറിട്ടിട്ട് എന്ത് ടൂൺ ശേഷം കിട്ടല്ലേ. ഓൾറെഡി ഇത് നമ്മുടെ തണുപ്പ് കാരണം പുതപ്പൊക്കെ ഇട്ട് അപ്പം പുതപ്പൊക്കെ ഇട്ട് നല്ല കുട്ടപ്പനായി ഇരിക്കുവാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, എന്താ, നമ്മളങ്ങനെ ഷോപ്പിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഷോപ്പ് തുറന്നിട്ടില്ല. എങ്ങനെ വന്നാൽ എത്ര സമയം എടുക്കും? സമയം പിടിക്കും, വന്നാൽ അവര് പറയുന്ന ടൈം എടുക്കും, സമയം എടുക്കും. അപ്പൊ നമുക്ക് ചായ ഒക്കെ കുടിച്ചിട്ട് വരാം സമയം കൊണ്ട്. അപ്പൊ എത്ര മണിക്കൂറാണ് ഇവിടെ എത്തി? 3 മണിക്ക് ഇറങ്ങാം. 3 8 കാലായി. അപ്പൊ 3, 4, 5, 6, 7, 8 നിർത്തിയിട്ടേ പോകുന്നത്. നിർത്തിയാ പോകുന്നത്. ഒരു ചായ കുടിച്ച് മൂത്രം ഒഴിച്ച് അങ്ങനെ കഴിഞ്ഞ ഒരു 4-5 മണിക്കൂർ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തതാണ്. ഇപ്പൊ വരും, ഇപ്പോഴല്ല 10 മണിയാവാതെ അവർ വരത്തില്ല. അപ്പൊ നേരത്തെ വന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് വണ്ടിയായിട്ട് കയറാൻ വേണ്ടിയാണ്. എന്നാലാണ് വൈകിട്ടെങ്കിലും നമുക്ക് പോകാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പൊ ഇന്നത്തെ എന്റെ ഈ കുഞ്ഞു കിടക്കാച്ച വീഡിയോ കാര്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇനി വരാൻ പോണ വീഡിയോ എന്ന് വെച്ചാൽ ഈ വണ്ടിയിൽ എങ്ങനെയാണ് ബാലൻസ് ആർട്ടും കാര്യങ്ങളൊക്കെ കയറ്റിയത്, എത്ര നേരം എടുത്തു, എത്ര രൂപ എമൗണ്ട് ആയി, എന്തൊക്കെ കാര്യങ്ങളാണ് കയറ്റിയത്, അതിനെക്കുറിച്ചൊക്കെ എത്ര അളവാണ്, അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറയാം. പിന്നെ കട്ടപ്പന വണ്ടി ബാലൻസ് ആർട്ട് കയറ്റുന്ന വണ്ടിക്ക് ഒരു പ്രത്യേക ഒരു അഴകും പ്രത്യേക ഒരു ഭംഗിയാണ്. പിന്നെ വണ്ടി കട്ടപ്പന ബാലൻസ് ആർട്ട് കയറ്റിയ വണ്ടിയാ വിൽക്കുന്നതെങ്കിൽ ഒരു 5000 രൂപ കൂടുതൽ കിട്ടും. കാരണം എന്ന് വെച്ചാൽ അടിപൊളിയാണ് കട്ടപ്പന ബാലൻസ് ആർട്ട് കയറ്റിയ. ഞാൻ ഈ പറഞ്ഞ വർഷം, കാരണം പുള്ളി വർഷങ്ങളായിട്ട് ബാലൻസ് റാഡും കാര്യങ്ങൾ സ്പ്രിംഗ് ഒക്കെ കയറ്റി വിടുന്നതാണ്. കാരണം പുള്ളിയുടെ ഒരു ട്രേഡ് മാർക്ക് തന്നെ ആ ബാലൻസ് റാഡയിലുണ്ട്. നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ മറ്റൊരു അടിപൊളി കിടക്കാച്ചി കിണ്ണങ്കാച്ചി വീഡിയോ കാണാം. ബൈ ബൈ.